Good morning, my dear students. Next topic, termination of agency. Termination of agency എന്ന് പറഞ്ഞ termination at the end. അതായത് പ്രിൻസിപ്പാളും ഏജന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കം ടു അൻ എൻഡ്. സെക്ഷൻ 201 തൊട്ട് സെക്ഷൻ 210 വരെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, ടെർമിനേഷൻ ഓഫ് കുറിച്ച് പറയുന്നത്. രണ്ട് തരത്തിൽ ഇതിനെ തിരഞ്ഞിട്ടിട്ടുണ്ട്. ടെർമിനേഷൻ ബൈ ആക്ട് ഓഫ് ദ പാർട്ടീസ് ഉണ്ട്, ടെർമിനേഷൻ ബൈ ഓപ്പറേഷൻ ഓഫ് എ ലോ ഉണ്ട്. പാർട്ടീസിന്റെ ബേസിൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും അഗ്രി ചെയ്യുന്നു, രണ്ടുപേരും റിവോക്ക് ചെയ്യുന്നു, രണ്ടുപേരും റിനൗൺസിയേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോ കംപ്ലീറ്റ് ആകുന്നു, ടൈം അവസാനിക്കുന്നു, ഡെത്ത് സംഭവിക്കുന്നു, പ്രിൻസിപ്പാൾ ഇൻസോൾവെന്റ് ആകുന്നു, സബ്ജക്ട് മാറ്റർ നശിച്ചു പോകുന്നു, പ്രിൻസിപ്പാൾ നമ്മളുടെ എലൈൻ എനിമി ആകുന്നു, സബ് ഏജൻസ് അതോറിറ്റി ടെർമിനേറ്റ് ചെയ്യുന്നു, കമ്പനി ഡിസോൾവ് ചെയ്യുന്നു, സബ്സിക്വന്റ് ഈവൻസ്. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ടെർമിനേഷൻ ലോ അനുസരിച്ച് ആകുന്നു. അപ്പൊ അതിൽ ഫസ്റ്റത്തെയാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ആക്ട് ഓഫ് എ പാർട്ടീസ്. അതായത് പ്രിൻസിപ്പാളും ഏജന്റും മ്യൂച്വൽ ആയിട്ടുള്ള അഗ്രിമെന്റിൽ എത്തുന്നു, ടെർമിനേഷൻ അവസാനിപ്പിക്കാമെന്ന്. ഇതെവിടെയാ? ഇവിടെയല്ല ഇത് വേണ്ടത്. അപ്പൊ ടെർമിനേഷൻ പ്രിൻസിപ്പാളും ഏജന്റും തമ്മിലുള്ള അഗ്രിമെന്റിൽ ആകുന്നത്. രണ്ടാമത്താണ് റിവോക്കേഷൻ ബൈ ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ അതോറിറ്റി റിവോക്ക് ചെയ്യുന്നു, അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ടെർമിനേഷൻ സംഭവിക്കും. മൂന്നാമതായിട്ടുള്ളതാണ് റിനൗൺസിയേഷൻ. അതായത് ഏജന്റ് മേ റിനൗൺസ് ദി ഏജൻസി ബിസിനസ് ആഫ്റ്റർ ഗിവിംഗ് റീസണബിൾ നോട്ടീസ് ടു ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾക്ക് നോട്ടീസ് കൊടുക്കണ ടെർമിനേഷന്റെ. അങ്ങനെ ഇനി ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഉണ്ട്. ബിസിനസ് കഴിയുന്നു, സിംഗിൾ ട്രാൻസ് എല്ലാതും അവസാനിക്കുമ്പോൾ ടെർമിനേഷൻ അവിടെ വരുന്നു. ടൈം എക്സ്പയറി ആകുന്നു, ഏജൻസിയുടെ ടൈം എക്സ്പയറി ആകുമ്പോൾ അതോടൊപ്പം തന്നെ ഏജൻസീസ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റഡ് വെൻ ഐദർ ദ പ്രിൻസിപ്പാൾ ഓർ ദ ഏജന്റ് ഡൈസ് ഓർ ബിക്കംസ് ഇൻസെയിൻ. അല്ലെങ്കിൽ ഇൻസോൾവൻസി ഓഫ് ദി പ്രിൻസിപ്പാൾ. വെൻ ദ പ്രിൻസിപ്പാൾ ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്, ദ ഏജൻസി ഈസ് ടെർമിനേറ്റഡ്. അല്ലെങ്കിൽ സബ്ജക്ട് മാറ്ററിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. ഏത് കാര്യത്തിനാണോ നമ്മൾ ഏജൻസി എടുത്തിട്ടുള്ളത് അതിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. സബ്സിക്വന്റ് ഇവന്റ് റെൻഡറിങ് ദി ഏജൻസി അൺലോഫുൾ. ഇനി ഏജൻസി തുടർന്ന് കൊണ്ടുപോകുന്നത് അൺലോഫുൾ പർപ്പസ് ആണെങ്കിൽ അവിടെ വെച്ചും ഏജൻസി ടെർമിനേറ്റ് ചെയ്യും. കമ്പനി ഡിസോൾവ് ആകുന്നത് കം ടു അൻ എൻഡ്, അങ്ങനെയുള്ള അവസരത്തിലും അങ്ങനെ സംഭവിക്കുന്നതാണ്. ഇനി പ്രിൻസിപ്പാൾ ലയബിലിറ്റി ടു ദ തേർഡ് പാർട്ടീസ്. ഇങ്ങനെയുള്ള കാര്യത്തില് പ്രിൻസിപ്പാളുടെ ലയബിലിറ്റി എന്തൊക്കെയുണ്ട്? ദ ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ് ഫോർ എ നെയ്മഡ് പ്രിൻസിപ്പാൾ. എങ്ങനെയൊക്കെ ആയിരിക്കും ലയബിലിറ്റി വരുന്നത്? ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ്, ഏജന്റ് കോൺട്രാക്ട്സ് ഉണ്ടാക്കുന്നു. ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ് ഫോർ എ പ്രിൻസിപ്പാൾ ഹൂസ് നെയിം ഹി ഡസ് നോട്ട് റിവീൽ. അദ്ദേഹം ഒരു പ്രിൻസിപ്പാൾ ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ടാക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല. ദി ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ് ഇൻ ഹിസ് ഓൺ നെയിം ബട്ട് ആക്ച്വലി ഫോർ എ പ്രിൻസിപ്പാൾ ഹൂസ് എക്സിസ്റ്റൻസ് he doesn't reveal. അപ്പൊ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു പിക്ചർ ആണ് കേട്ടോ അത്, ടെർമിനേഷൻ ഓഫ് ഏജൻസി. ഇനി ഏജന്റ് ലൈബിലിറ്റി, പ്രിൻസിപ്പാൾസ് ലൈബിലിറ്റി ടു തേർഡ് പാർട്ടീസിനോട് ഉണ്ടാകുന്നത് എല്ലാം ഉള്ളതാണ്. ഫസ്റ്റ് ആയിട്ടുള്ളതാണ് വെൻ ദി ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ് ഫോർ എ നെയ്മഡ് പ്രിൻസിപ്പാൾ. അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് ലൈബിലിറ്റി വരുന്നത്? അതായത് when the agent acts with the scope of his authority, his acts are binding on the principal. ഏജന്റ് വിതിൻ ദി അതോറിറ്റിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പാളുടെ കീഴിലായിരിക്കും. ഹിസ് ആക്ട്സ് വിൽ ബി ബൈൻഡിങ് ഓൺ ദി പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ആക്ട് ചെയ്യുന്നത്.
when he acts lawfully and within his authority. Okay. ഇനി ഏജന്റിന്റെ ആക്ട് അതോറിറ്റിയുടെ ബിയോണ്ട് അപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ അവിടെ അവരുടെ രണ്ടുപേരുടെയും ബൈൻഡിങ്, അതായത് ബൗണ്ട് ഓർഡിനറി ആയിരിക്കില്ല. മിസ്റെപ്രസെന്റേഷൻ ഓർ ഫ്രോഡ് ബൈ ആൻ ഏജന്റ് മിസ്റെപ്രസെന്റേഷൻ ചെയ്യുകയോ ഫ്രോഡ് ചെയ്യുകയോ ചെയ്താലും ലൈബിലിറ്റി വരുന്നതായിരിക്കും. നോട്ടീസ് ടു ദ ഏജന്റ് ഈസ് ആസ് എ ഗുഡ്സ് ആസ് നോട്ടീസ് ടു ദ പ്രിൻസിപ്പാൾ നോട്ടീസ് ചെയ്ത പോലെ തന്നെ ഏജന്റിനും ഗുഡ്സ് നോട്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതാണ്. പ്രിൻസിപ്പാൾ ഇൻഡ്യൂസിങ് ദ ബിലീഫ് ദാറ്റ് ഹിസ് ഏജന്റ്സ് അൺഓതറൈസ്ഡ്, അതായത് കോൺട്രാക്ട് ആക്ടിൽ അത് പറയണ പ്രിൻസിപ്പൽ ലയബിൾ ആയിരിക്കും, അദ്ദേഹം മറ്റുള്ളവരെ തേർഡ് പാർട്ടീസിനെയൊക്കെ വിശ്വസിപ്പിക്കുന്നു. ഏജന്റിന്റെ അൺഓതറൈസ്ഡ് ആക്ട്സ് ആർ ഓതറൈസ്ഡ്, ഏജന്റ് അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. ശരിക്കും അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അൺഓതറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അത് ഓതറൈസ്ഡ് ആയിട്ട് ഇവര് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രിൻസിപ്പൽ. അങ്ങനെയുള്ള അവസരത്തിലും പ്രിൻസിപ്പാൾക്ക് എന്തുണ്ടായിരിക്കും? ലയബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ആ ലയബിലിറ്റിനെ അറിയപ്പെടുന്നതാണ് ലയബിലിറ്റി ബൈ എസ്റ്റോപ്പൽ. പിന്നെ രണ്ടാമത്തെ കേസിൽ വരുന്നതാണ് ഏജന്റ് മെയ്ഡ് കോൺട്രാക്ട്സ് ഫോർ എ പ്രിൻസിപ്പൽ ഹൂസ് നെയിം ഹി ഡസ് നോട്ട് റിവീൽ. ഏജന്റ് കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ ആരാണ് പ്രിൻസിപ്പൽ എന്ന് റിവീൽ ചെയ്യാതിരിക്കുക, അൺഡിസ്ക്ലോസ്ഡ് ആയിരിക്കാം. അങ്ങനെയുള്ള അവസരത്തിൽ ലയബിലിറ്റി അറേസ് ചെയ്യുന്നതാണ് ഏജന്റിന്റെ പൊസിഷൻ, തേർഡ് പാർട്ടിയുടെ പൊസിഷൻ, പ്രിൻസിപ്പാളിന്റെ പൊസിഷൻ നോക്കിയിട്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഓക്കെ. ഇനി ചില അവസരങ്ങളിൽ ഏജന്റ് എന്നുള്ളത് എങ്ങനെയുള്ള ഏജന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? പ്രിറ്റൻഡഡ് ഏജന്റ്. ആ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 235 ഡീൽ ചെയ്യുന്നത് പ്രിറ്റൻഡഡ് ഏജൻസിനെ പറ്റിയിട്ട്. At times a person untruly represents himself to be an authorized agent of the principal. In such cases, if he is alleged principal, he does not ratify his act. അവരുടെ പ്രിറ്റൻഡ് ചെയ്തിരിക്കില്ല. അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ പ്രിൻസിപ്പാൾ ഒരിക്കലും അത് റാറ്റിഫൈ ചെയ്യില്ല. പ്രിൻസിപ്പാൾ പ്രിറ്റൻഡഡ് ഏജന്റ് തന്നെയായിരിക്കും ലയബിലിറ്റി ഉണ്ടാകുന്നത്. ഇനി ഏജന്റിന് ലയബിലിറ്റി വരുന്ന വേറൊരു കാര്യമാണ് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ദി ഏജന്റ്. സെക്ഷൻ 230 അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു ഏജന്റും പ്രിൻസിപ്പാളും കോൺട്രാക്ട് ലെൻഡർ ചെയ്യുമ്പോൾ ഏജന്റ് ഈസ് നൈദർ പേഴ്സണലി ലയബിൾ നോർ ക്യാൻ ഹി എൻഫോഴ്സ് സച്ച് എ കോൺട്രാക്ട്. പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റി വരുന്നതായിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ഏജന്റ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പാൾ ഓൺ എബ്രോഡ് ആയിട്ടുള്ള പ്രിൻസിപ്പാളിന് പകരമായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കാം ലയബിലിറ്റി അറേസ് ചെയ്യുന്ന. അങ്ങനെയുള്ള അവസരത്തിൽ ലയബിലിറ്റി അറേസ് ചെയ്യും. ഏജന്റ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ആൻ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പാൾ, റിവീൽ ചെയ്യാത്ത പ്രിൻസിപ്പാളിന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇൻകോമ്പിറ്റന്റ് പ്രിൻസിപ്പാളിന്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രിൻസിപ്പാൾ കനോട്ട് ബി സ്യൂഡ് ആയിട്ടുള്ളതില് ഏജന്റ് എക്സ്പ്രസ് ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ പേഴ്സണൽ ലയബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ, വാറന്റി ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ, ഏജന്റ് ഹാസ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്ററിൽ ഏജന്റിന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ, മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫ്രോഡ്, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ, പ്രിറ്റൻഡഡ് ഏജന്റ്സ് ആവുകയാണെങ്കിൽ യൂസേജ് ഓർ കസ്റ്റം, ഇതിന്റെ ഒക്കെ ഫലമായിട്ട് പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ദി ഏജന്റ് ഉണ്ടാക്കും. ഓക്കെ. നെക്സ്റ്റ് ആണ് ഒരു ഏജന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. എക്സ്പ്രസ് ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ലോ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സാധാരണയായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടി ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദി പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ പറയുന്നത് അതൊക്കെ നടപ്പിലാക്കുക. ഡ്യൂട്ടി ടു ക്യാരി ഔട്ട് ദ ബിസിനസ് വിത്ത് സ്കിൽ ആൻഡ് കെയർ. ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ബിസിനസ് ചെയ്യാനായിട്ടാണ്. ആ ബിസിനസ് മാക്സിമം ചെയ്ത് പ്രിൻസിപ്പാൾക്ക് കൊടുക്കുക, അതായത് നല്ല സ്കില്ലായിട്ടും കെയർഫുൾ ആയിട്ടും. ഡ്യൂട്ടി ടു ഗിവ് പ്രോപ്പർ അക്കൗണ്ട്സ് ടു ദ പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ ചെയ്ത് ശരിയാക്കി കൊടുക്കുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഗുഡ്സും സ്വന്തം പോലെയായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും പ്രിൻസിപ്പാൾ അറിയാതെ സീക്രട്ട് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. എന്ത് എമൗണ്ട് കിട്ടിയാലും അത് പ്രിൻസിപ്പാൾക്ക് പേ ചെയ്യേണ്ടതാണ്. അഡ്വേഴ്സ് പ്രിൻസിപ്പാൾക്ക് തെറ്റായ രീതിയിലുള്ള ഒരു ടൈറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഒരിക്കലും പ്രിൻസിപ്പാൾക്കെതിരായിട്ടുള്ള ഇൻഫോർമേഷൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും പ്രിൻസിപ്പാളിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഡെലിഗേറ്റ് ഓഫ് അതോറിറ്റി അല്ല ഡ്യൂട്ടി. ആളെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ ആളെ ചെയ്യേണ്ടതാണ്. ഡ്യൂട്ടി നോട്ട് ടു പ്ലേസ് ഹിംസെൽഫ് ഇഫ് ഇൻ എ പൊസിഷൻ. ഇനി പ്രിൻസിപ്പാളുടെ ഡ്യൂട്ടി എന്തായിരിക്കും?
കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 222 പറയുന്നുണ്ട് ഇൻഡെംനിഫൈഡ് അഗെയിൻസ്റ്റ് ഓൾ കോൺസിക്വൻസ് ഓഫ് ദി ഏജൻസി ലോഫുൾ ആക്ട്സ്. ഏജന്റിന്റെ ലോഫുൾ ആയിട്ടുള്ള എല്ലാ ആക്ടിനും ഇൻഡെംനിഫൈ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏജന്റിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയെ എന്തെങ്കിലും പ്രിൻസിപ്പാളിന്റെ നെഗ്ലിജൻസിന്റെ ഫലമായിട്ട് സംഭവിക്കുകയാണെങ്കിലും എല്ലാതും ഏറ്റെടുക്കേണ്ടതാണ്. പ്രിൻസിപ്പാൾ ഏജന്റിന് നല്ല റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കേണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് ഒരു പ്രിൻസിപ്പാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പാൾ ഷുഡ് സീ ദാറ്റ് ഏജന്റ് ഈസ് കണ്ടക്ടഡ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ. ഏജന്റ് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നില്ലേ? എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതാണ്. പ്രിൻസിപ്പാളിന്റെ എന്തെങ്കിലും തരത്തിലുള്ളതൊക്കെ ലോസ് ആവുകയോ ഡാമേജ് ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കോമ്പൻസേഷൻ ഡിമാൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ലോസ് ഏജന്റിന്റെ ഭാഗത്തു നിന്ന് മിസ്കണ്ടക്റ്റിന്റെ ഫലമായിട്ട് ലോസ് ഉണ്ടാവുകയാണെങ്കിലും പ്രിൻസിപ്പൽ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് പ്രോപ്പർ അക്കൗണ്ട്സ്. ഏജന്റിന്റെ എല്ലാ തരത്തിലുള്ള ബിസിനസ് പർപ്പസിനെ കുറിച്ചും ദാറ്റ് ഈസ് ഏജൻസിയെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർ അക്കൗണ്ട്സും ചോദിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പ്രോബ്ലംസ് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ ഏജൻസിയിൽ നിന്ന് എന്തെങ്കിലും മണി മറ്റുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. എന്തൊക്കെയാണോ ഏജന്റിന് കൊടുത്തിട്ടുള്ളത് അതിൽ ബാക്കി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മീഷൻ കിഴിച്ചിട്ട് ബാക്കിയൊക്കെ തിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ട്രാൻസാക്ഷൻസ് റെപ്യൂഡേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കൺസീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പാൾക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് റെപ്യൂഡേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഇർറിവോക്കബിൾ ഏജൻസി? ഇർറിവോക്കബിൾ ഏജൻസി എന്ന് പറയുന്നത് ഏജൻസി വിച്ച് കനോട്ട് ബി റിവോക്കഡ് ഓർ ടെർമിനേറ്റഡ്. ഇപ്പൊ ഒരു ബിസിനസ് കഴിഞ്ഞു, പക്ഷെ നല്ല ഏജന്റാണ്, പ്രിൻസിപ്പാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏജന്റിനും പ്രിൻസിപ്പാളെ നല്ല ഇഷ്ടമാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നതായിരിക്കും? ഒരിക്കലും അവിടെ ടെർമിനേറ്റ് ചെയ്യില്ല. അവര് രണ്ടു കൂട്ടരും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഏജൻസി. വെൻ ദി ഏജൻസി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്, രണ്ടു കൂട്ടരും നല്ല ഇൻട്രസ്റ്റോട് കൂടി പോവുകയാണെങ്കിൽ. രണ്ടാമത്തെ കേസില് വെൻ ദി ഏജന്റ് ഹാസ് എ പാർട്ട്ലി എക്സൈസ്ഡ് ഹിസ് അതോറിറ്റി, ഏജന്റ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ. മൂന്നാമത്തതില് ഏജന്റ് എല്ലാ ലയബിലിറ്റിയും എല്ലാതും ഇൻക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള 3 കേസുകളിലും പ്രിൻസിപ്പാൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഏജന്റിനെ. അപ്പൊ ഒരിക്കലും ഏജൻസി ഇറിവോക്കബിൾ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ലോ ഓഫ് ഏജൻസിയിൽ ഉള്ളത്. നമ്മളുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.